ഹലോ ഗോയ്സ്, നമ്മുടെ അടുത്ത ദിവസത്തെ പുതിയൊരു വ്ളോഗാണ്. അപ്പോൾ ഇന്ന് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനന്തു ഇപ്പോൾ വിളിക്കാൻ വരും. അപ്പോൾ മേളിലെ തേയില വരെ ഞാൻ നടന്നു തന്നെ പോകണം. ഇന്നലെ വരെ പെയിൻ്റ് അടിക്കുമെന്ന് വിചാരിച്ച് പെയിൻ്റ് അടിച്ചില്ല, മഴ കാരണം. ഇന്ന് പെയിൻ്റ് അടിക്കും. അനന്തുവിൻ്റെ വണ്ടിയുടെ ബാക്കി പുട്ടിപരിപാടികളും തീർക്കും. നല്ല കയറ്റമാണ്. ഞാൻ നടന്ന് കിതച്ചാക്കി കയറുന്നത്, കാരണം നടത്തമില്ല. ഒന്നാമത്തെ കാര്യം, വണ്ടി തന്നെയാണ് യാത്ര. ഇടയ്ക്കും ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള നടത്തമുള്ളൂ. അതുകൊണ്ട് തന്നെ ശകലം നടക്കുമ്പോഴേക്കും കഥയ്ക്കാൻ തുടങ്ങും. അപ്പോൾ ബാക്കി അവിടെ ചെന്നിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് നടന്നാൽ തന്നെ നമുക്ക് തേയിലയിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഞാൻ തേയിലയിൽ വന്നു. എന്നത്തെയും പോലെ അവരെന്നെ പോസ്റ്റാക്കി. അവനെ വിളിച്ചപ്പോൾ ഇപ്പം എത്തും എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കറിയാവും വീട്ടിൽ നിന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇപ്പം അവൻ വരും വരെ നമുക്ക് ഇങ്ങനെ പതുക്കെ നടക്കാം. നടന്ന് അവനെത്തുമ്പോൾ അവനോട് കയറി നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകും. ഇതൊക്കെയാണ് നമ്മുടെ ഏരിയയിലെ നോർമൽ കാഴ്ച. തേയിലയും ചൗക്കയാണ് നമുക്ക് ഇവിടെ മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. ഞാൻ വന്നിട്ടൊരു അരമണിക്കൂറായി കാണും. അപ്പം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവന്റെ വീട് അങ്ങ് ദൂരെയാണെന്ന്. ഒരിക്കലില്ല. ഇവിടുന്ന് ഏകദേശം ഒരു 200 മീറ്റർ ഉണ്ടോ അതിന്റെ വീട്ടിലേക്ക്? ഒരു 200 മീറ്റർ ആണ് ഇവന്റെ വീട്ടിലേക്ക് ഇവിടുന്ന്. ഞാൻ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ ഇവൻ പറയും ഞങ്ങൾ ഞാൻ ഇറങ്ങിയിടാ, ഞാൻ വന്നു എന്ന് ഇവൻ പറയും. പക്ഷെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ ആദ്യം ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവന് ഇവിടെ വന്നില്ല. പിന്നെ കണ്ടവന്മാരെ ഒന്നും നോക്കി എനിക്ക് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പലതും പറയും. രാവിലെ അല്ലേ, നല്ല തണുപ്പല്ലേ, ഒരു ചായ കുടിച്ചേക്കാം എന്നും വെച്ച് ഒരു ചായക്കടയിൽ കയറി ഒരു ചായയും കുടിച്ച് തിരിച്ചറിയും കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ. നല്ല മഴ കാരണം 1/4 മണിക്കൂർ ഞങ്ങൾ അവിടെ പോസ്റ്റ്. എന്തേലും ആകട്ടെ, വർക്ക്ഷോപ്പിൽ പോയി പെയിൻ്റ് അടിയുടെ പരിപാടി നോക്കാമെന്നും പറഞ്ഞ് ഞാനും അനന്തും നനഞ്ഞു കുളിച്ച് വർക്ക്ഷോപ്പിൽ വന്നപ്പോൾ കറണ്ടും ഇല്ല. കറണ്ടില്ലാത്ത സമയം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് അവിടെ കിടന്നൊരു കളിപ്പാട്ടം കിട്ടിയത്. പിന്നെ ഞാനും അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഈ സാധനം അങ്ങോട്ട് ഉരുട്ടി ഇങ്ങോട്ട് ഉരുട്ടിയും സമയം കളഞ്ഞുകൊണ്ടേയിരുന്നു.